So welcome to Sowmiya's vlogs. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടാവും. സോ എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്, ഒരു ഐറ്റമാണ്. ഇപ്പോൾ എൻ്റെ മോൾക്കും അത് നല്ലൊരു ഫേവറേറ്റ് ആണ്. വേറെ ഒന്നുമല്ല, അരി ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയൊരു ട്വിസ്റ്റും കൂടിയും ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് അരി ഉണ്ട ഉണ്ടാക്കുക ഞാൻ കാണിക്കാം. ചെറിയ കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും അത് മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അരി ഉണ്ട, അതായത് ഹെൽത്തി ആയിട്ടുള്ള അരി ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വരൂ. ഒരു ഇരുമ്പ് കടായി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് നന്നായിട്ട് കഴുകിയ അരി അതിലേക്ക് ഇടുകയാണ്. ഞാനിവിടെ പുഴുക്കലരിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വറുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കടായി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അരി ഇട്ടാൽ മതി. സോ അരി ഒന്ന് നല്ല ഒരു ക്രിസ്പായിട്ട് ബ്രൗണായി ഒന്ന് പൊട്ടി വരുന്ന ആ പരുവം വരെ ഒന്ന് വറുക്കണം, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക, കുറച്ച് പേഷ്യൻസോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അരി ഒന്ന് ഫ്രൈ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ദേ ഒരുവിധം ഒന്ന് ആയി വരുന്നുണ്ട്, കുറച്ചൊന്ന് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അരിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി, വറുത്തെടുത്താൽ മതി. നമുക്കത് സൗണ്ട് കേൾക്കാം, ഒരു കടുക് പൊട്ടുന്ന പോലെ ഒരു പൊട്ടൽ സൗണ്ട് വരും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി വരുന്നുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഈ വൈറ്റ് കളറ് പോലത്തെ അത് അരി ഒന്ന് പൊട്ടി വരുന്നതാണ്. സോ ഒരുവിധം ഒന്ന് അങ്ങനെ ആവണം. സോ അതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത് കഴിഞ്ഞിട്ട് തനിയെ ഒരു പ്ലേറ്റിലിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കുക. എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. സോ ചൂടോടുകൂടി പൊടിക്കണ്ട, നന്നായിട്ട് ചൂടാറി തണുത്തതിന് ശേഷം പൊടിച്ചാൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ടിട്ട് കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കുട്ടികൾക്കായ കാരണമാണ് ഇതിൽ നട്ട്സൊക്കെ ആഡ് ചെയ്യുന്നത്. നല്ല ബ്രൗൺ ആവണ്ട, കുറച്ചൊന്ന് റോസ്റ്റ് ആയാൽ മതി. ഇപ്പോൾ കാഷ്യൂനട്ട് ഒരുവിധം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ ഒന്ന് തനിയെ അതും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. ഇതിപ്പോൾ കാഷ്യൂനട്ട് ഞാൻ എടുത്ത് വെക്കുകയാണ്, ഒന്ന് ചൂടാറണം അത്. ഇനി കുറച്ച് ബാദാമും കൂടി ആഡ് ചെയ്യാണ്. ബാദാമും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ ബാദാം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം അതൊന്ന് ചൂടാറാൻ വേണ്ടി എടുത്ത് വെക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായി തണുത്തതിന് ശേഷം ഈ അരിയും കാഷ്യൂനട്ടും ബാദാമും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബാദാമും എടുക്കുകയാണ്. ഒരുവിധം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ 3 ഐറ്റംസും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നല്ല ഫൈൻ പൗഡർ ആക്കുകയാണ്. എല്ലാം കൂടി ഒന്നിച്ചിട്ടു ഞാൻ. ഇതിപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പൊടിച്ചെടുത്ത പൊടി ഇങ്ങനെയുള്ളത്. ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 കപ്പ് തേങ്ങ, പിന്നെ ഒരു 1/2 കപ്പ് ശർക്കര, അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഈ ശർക്കരയും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതൊന്നെങ്കിൽ കൈ കൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു എളുപ്പപ്പണിക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ശർക്കരയും തേങ്ങയും ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. അത് നന്നായിട്ട് കമ്പൈൻ ആയിക്കോളും. അപ്പോൾ അതായത് കുറച്ചായിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്ത്
എടുക്കാം. ഇതിൽ നമ്മൾ വേറെ വെള്ളം ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതേ ശർക്കരയും തേങ്ങയും കൂടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച് നമ്മുടെ അരിയുടെയും നട്ട്സിൻ്റെയും പൗഡർ അതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ആവണം. അപ്പോൾ അതേപോലെ തന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഈ മിക്സ് കുറച്ചായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഇതേപോലെ പൾസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് കമ്പൈൻ ആവുകയും ചെയ്യും. നമുക്ക് ഉണ്ട പിടിക്കാനും എളുപ്പമാണ്. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് കയ്യിലുണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മിക്സിയിലിട്ടിട്ട് പൾസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു. അതായത് ഇപ്പോൾ ഇങ്ങനത്തെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഒരു ശർക്കര എല്ലാം കൂടിയിട്ട് മിക്സായ കാരണം ആ ഒരു ചെറിയൊരു നനവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉണ്ട പിടിക്കാനും അധികം ഒട്ടി പിടിക്കില്ല, ഉണ്ട പിടിക്കാനും എളുപ്പമാണ്. സോ ഇതുപോലത്തെ ചെറിയ ഉണ്ടയാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ നമ്മുടെ ഈ ജെംസിൻ്റെ ആ ഒരു സൈസിൽ ഉരുട്ടിയെടുത്താൽ അവർക്കും കാണാനും നല്ല ഇൻട്രസ്റ്റിംഗ് ആവും. അതേപോലെ കഴിക്കാനും അവർക്ക് നല്ലതാണ്. എളുപ്പത്തിൽ കഴിക്കുകയും ചെയ്യാം. കുറച്ച് വലിയ ഉണ്ടയൊക്കെ ആണെങ്കിൽ അവർ ഒന്നിച്ച് വായിലിടുമ്പോൾ തൊണ്ടയിലിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് ഇറക്കാനും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ചെറിയ കുട്ടികളാണെങ്കിൽ. അപ്പോൾ അവർക്ക് അവരുടെ സൈസിനനുസരിച്ച് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ മോൾക്ക് ഇതുപോലത്തെ ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ അവൾക്ക് കൊടുക്കാറ്. അവൾക്കിത് കഴിക്കാനും ഇഷ്ടമാണ്. ഇതുപോലെ വലിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സൈസിന് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഉണ്ടയെല്ലാം കൂടി നന്നായിട്ട് ഒരു മീഡിയം സൈസ് ബോൾസ് ആക്കിയിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനാണ് ഇവിടെ കാണിച്ചത്. കാരണം അതിൽ നട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഇത് നമ്മുടെ കേരളത്തിലെ ഒരു ട്രഡീഷണൽ ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് ഒരു ട്രഡീഷണൽ ഐറ്റം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വളരെ നല്ലതുമാണ്. അവരും അത് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. കാരണം അത്രയും വാല്യൂബിളാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye.